അധ്യാത്മരാമായണം അയോധ്യാകാന്ഡം ദശരഥൻ്റെ ചരമഗതി. സുമന്ത്രർ അയോധ്യയിൽ തിരികെ എത്തി. ദുഃഖാധീനനായ ദശരഥൻ രാമാദികളുടെ വിവരങ്ങൾ അദ്ദേഹത്തോട് തിരക്കി. ദുഃഖ സാന്ദ്രമായ അന്തരീക്ഷത്തിൽ എല്ലാം വിശദമായി സുമന്ത്രർ പറഞ്ഞു. അണപൊട്ടിയ ദുഃഖത്താൽ കൗസല്യയിൽ നിന്നും കഠിനമായ വാക്കുകൾ പിറന്നു. വരം കൊടുത്തപ്പോൾ എന്തിനാണ് എൻ്റെ മകനെ കാട്ടിലയക്കാനായി വന്നത്? എന്ത് പിഴ ആരോട് അവൻ ചെയ്തു ദൈവമേ? ദശരഥ മനസ്സിൽ തുളച്ചു കയറിയ വാക്കുകൾ കേട്ട് അദ്ദേഹം പറഞ്ഞു, വിധി മതം ആണ് ഇതെല്ലാം. എനിക്ക് മുൻകാലത്ത് കിട്ടിയ ഒരു ശാപ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നായാട്ടിനായി ഞാൻ പോയ മുൻകാലത്തൊരു ദിനം, നേരം ഇരുട്ടിയ സമയം, വൃദ്ധരായ മാതാപിതാക്കൾക്ക് ജലം കൊണ്ടുവരുവാൻ പോയ ബാലൻ കുടം മുക്കിയ ശബ്ദം ആനയെന്ന് തെറ്റിദ്ധരിച്ച് ശബ്ദം കൊണ്ടു ലക്ഷ്യം പ്രാപിക്കുന്ന അസ്ത്രം അയച്ചു. പക്ഷേ മനുഷ്യ രോദനമാണ് കേട്ടത്. സ്തബ്ധനായി ഞാൻ ബാലൻ്റെ സമീപത്തെത്തി കാര്യം ധരിപ്പിച്ചപ്പോൾ അവൻ എന്നോട് മാതാപിതാക്കൾക്ക് ജലം എത്തിക്കാനും വേദന മാറി മരിക്കുവാൻ അസ്ത്രം ഊരാനും ആവശ്യപ്പെട്ടു. ശേഷം കുലഫ്യം പറഞ്ഞിരിക്കുന്ന വൃദ്ധ ദമ്പതികളോട് സന്താപത്തോടും കുറ്റബോധത്തോടും ഞാൻ എല്ലാം ധരിപ്പിച്ചു. അവരുടെ ആവശ്യപ്രകാരം മൃതശരീരത്തിനു സമീപം അവരെ ഞാൻ എത്തിച്ചു. നിർദ്ദേശിച്ചതനുസരിച്ച് ചിതകുട്ടി ബാലപ്രേതത്തിന് തീ കൊളുത്തി. ഖിന്നനായി നിന്ന എന്നെ നോക്കി അവർ ശപിച്ചു ഇങ്ങനെ, നീയും പുത്രശോകത്താൽ മരിക്കട്ടെ എന്ന്. ആ ചിതയിൽ തന്നെ ചാടി അവരും ആത്മഹൂതി ചെയ്തു. ശോകം നിയന്ത്രിക്കാനാകാതെ തളർന്നു വീണ ദശരഥൻ ഇഹലോകവാസം വെടിയുന്നു. മന്ത്രിവരനാം സുമന്ത്രരും ഏറിയൊരന്തശുചാചെന്നയോധ്യ പുക്കീടിനാൻ. വസ്ത്രേണ വക്ത്രവും ആച്ഛാദ്യ കണ്ണുനീരധ്യർദ്ധമിറ്റിറ്റു വീണു. തുടച്ചും ആ തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോടു നൃപനെ വണങ്ങിനാൻ. ധാത്രീപദേ ജയ വീരമൗലേ ജയ. ശാസ്ത്രമത്രേ ജയ ശൗര്യാംബുദേ ജയ. കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയ. മാർത്താണ്ഡഗോത്രജാതോത്തം സമേ ജയ. ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശു ചോദിച്ചു നൃപോത്തമൻ. സോദരനോടും ജനകാത്മജയോടും ഏതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ? നിർലജ്ജനായതി പാപിയാമെന്നോട് ചൊല്ലുവാനെന്തോന്ന് ചൊല്ലിയതെന്നുടെ. ലക്ഷ്മണൻ എന്തു പറഞ്ഞു വിശേഷിച്ചു? ലക്ഷ്മി സമയായ ജാനകി ദേവിയും ഹാ രാമാ ആ ഗുണവാരിദേ. ലക്ഷ്മണ വാരിജലോചനേ ബാലേ മിഥിലജേ. ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാം എന്നരികത്ത് ഇരിപ്പാനും മക്കളെയും കണ്ടെനിക്കൂ മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുകൃതവും.
യുദ്ധം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോടുൾത്താപമോടുര ചെയ്തു സുമന്ത്രരും. ശ്രീരാമ സീതാസുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയേന്തവാജ്ഞയാ ശൃംഗിവേരാക്യപുരസവിധേ ചെന്നു ഗംഗാതടേ വസിച്ചിടും ദശാന്തരെ. കണ്ടു തൊഴുതിതു ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ. തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചിതു. പിന്നെ രഘുത്തമനോട് ചൊല്ലിനാനെന്നെ നിരൂപിച്ചു ദുഃഖിയായി കാരുമേ. ചൊല്ലേണം എന്നുടെ താതനോട് ബലാൽ അല്ലലുള്ളത്തിൽ ഉണ്ടാകാതിരിക്കണം. സൗഖ്യമയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും. മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും. പിന്നെയും പിന്നെയും ചൊൽക പിതാവധിഖിന്നനായി വാർദ്ധക്യ പീഡിതനാകയാൽ. എന്നെ പിരിഞ്ഞുള്ള ദുഃഖം അശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം. ജാനകിയും തൊഴുതെന്നോടു ചൊല്ലിനാളാനനപത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രുകണങ്ങളും വാർത്തു സഗദ്ഗദം ശ്വശ്രുവാദേഷു സാഷ്ടാംഗ നമസ്കാരം തോണീകരേറി ഗുഹനോട് കൂടവേ. പ്രാണവിയോഗേന നിന്നേനടിയനു അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളം. ഇക്കരെ നിന്നു ശവശരീരം പോലെ 4-5 നാഴിക ചെന്നവാറേ ധൈര്യാലംബ്യ മന്ദം നിവർത്തനായിടിനേ. തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ. ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം. ഇഷ്ടയായൊരു കൈകേയിക്കു രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നീതോ. മൽപുത്രനെ കാനനാന്തേ കളവതിനി പാപിയെന്തു പിഴച്ചിതു ദൈവമേ. ഏവം എല്ലാം വരുത്തി തനിയെ പരിദേവനം ചെയ്വതിനെന്തൊരു കാരണം. ഭൂപതി കൗസല്യ ചൊന്നൊരു വാക്കുകൾ താപേന കേട്ടു മന്ദം പറഞ്ഞിടിനാൻ. പുണ്ണിലൊരു കൊള്ളി വയ്ക്കുന്നതുപോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിയായിക നീ. ദുഃഖം ഉൾക്കൊണ്ടും മരിപ്പാൻ തുടങ്ങുമെന്നുൾക്കാമ്പുരുക്കി ചമയ്ക്കായിക വല്ലഭേ. പ്രാണപ്രയാണമടുത്ത തപോധനൻ പ്രാണവിയോഗേ ശപിച്ച് അതു കാരണം കേൾക്ക നീ ശാപപ്രകാരം മനോഹരേ. സാക്ഷാൽ താപസ്വികൾ ഈശ്വരന്മാരല്ലോ. അർദ്ധരാത്രോ ശരജാലവും ചാപവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശനായി
വാഹിനീ തീരെ വനാന്തരെ മാനസമോഹേന നിൽക്കുന്ന നേരമൊരു മുനീദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോട് ഇരുട്ടത്തു പുറപ്പെട്ടു. കുംഭവും കൊണ്ടു നീർകോരുവാൻ വന്നവൻ കുംഭേന വെള്ളമൻപോടു മുക്കും വീതൗ. കുംഭത്തിൽ നീരകമ്പുക്ക ശബ്ദം കേട്ടു കുംഭി തുമ്പിക്കൈയിലംഭോഗതമിതി. ചിന്തിച്ചുടൻ നാദവേദിനം സായകം സന്ധായ ചാപേ ദൃഢമയ ചിടിനേൻ. ഹതോസ്മ്യഹം ഹതോസ്മ്യഹം ഹാഹേതി കേട്ടിതു മാനുഷവാക്യവും. ഞാനൊരു ദോഷമാരോടുമേ ചെയ്തില്ല. കേനവാഹന്ത ഹതോഹം വിധേവൃത. പാർത്തിരിക്കുന്നിതു മാതാപിതാക്കന്മാരാർത്തി കൈകൊണ്ടു തണ്ണീർക്കു ദാഹിക്കയാൽ. ഇത്തരം മർത്യനാദം കേട്ടു ഞാനതി ത്രസ്തനായി തത്ര ചെന്നത്തലോടും. തഥാ താപസബാലകൻ പാദങ്ങളിൽ വീണു താപേന ചൊന്നേൻ മുനീസുതനോടും ഞാൻ. സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ. മമാപരാധീനം രക്ഷിക്ക വേണമേ. ഞാനറിയാതെ മൃഗയാ വിവശനായാന തണ്ണീർ കുടിക്കും നാദമെന്നോർത്തു. ബാണമെയ്തേനതിപാപിയായോരു ഞാൻ. പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ. പാദങ്ങളിൽ വീണു കേണിടുമെന്നോടു ഖേദം കലർന്നു ചൊന്നാൻ മുനി ബാലകൻ. കർമ്മമത്രേ തടുക്കാവതല്ലാർക്കുമേ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതേ. വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീയേതുമേ വൈകാതെ. വാർദ്ധക്യമേറി ജരാനരയും പൂണ്ടു നേത്രവും കാണാതെ പാർത്തിരുന്നീടുന്നു. ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചൊല്ലുവാൻ. ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തീനീ. വൃത്താന്തമെല്ലാം അവരോടറിയിക്ക. സത്യമെന്നാലവർ നിന്നെയോ രക്ഷിക്കും. എന്നുടെ താതന് കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടുമെന്നറിയ നീ. പ്രാണങ്ങൾ പോകാഞ്ഞു പീഡയുണ്ടേറ്റവും. ബാണം പറിക്ക നീ വൈകരുത് ഏതുമേ എന്നതു കേട്ടു ശല്യോദ്ധരണം ചെയ്തു. പിന്നെ സജലം കലശവും കൈക്കൊണ്ടു ദമ്പതിമാരിയ്ക്കുന്നവിടേക്ക് അതിസംഭ്രമത്തോടു ഞാൻ ചെല്ലും ദശാന്തരെ. വൃദ്ധതയോടു നേത്രങ്ങളും വേർപെട്ട അർദ്ധരാത്രിക്കു വിശന്നു ദാഹിച്ചഹോ. വർത്തിക്കും ഞങ്ങൾക്ക് തണ്ണീർക്കു പോയൊരു പുത്രനും ഇന്നു മറന്നു കളഞ്ഞിതോ. മറ്റില്ലോരാശ്രയം ഞങ്ങൾക്കൊരു നാളും. മുറ്റും ഭവാനൊഴിഞ്ഞെന്തു വൈകിടുവാൻ. ഭക്തിമാനേറ്റവും മുന്നമെല്ലാം മതിസ്വസ്ഥനായി വന്നിതോ നീ കുമാരാബലാൽ. ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധൗ
മൽപാദവിന്യാസജധ്വനി കേൾക്കായി കാൽപ്പെരുമാറ്റം മതിയം തഥാ കേട്ടു താൽപര്യമോടു പറഞ്ഞു ജനകനും. വൈകുവാനെന്തു മൂലം മമ നന്ദനാ വേഗേന തണ്ണീർ തരിക നീ സാദരം. ഇതമാകർണ്യ ഞാൻ ദമ്പതിമാർപദം ഭക്ത്യാ നമസ്കരിച്ചെത്രയും ഭീതനായി വൃത്താന്തമെല്ലാം അറിയിച്ചിതന്നേരം പുത്രനല്ലല്ല അയോധ്യാധിപനാകിയ പൃഥ്വീവരൻ ഞാൻ ദശരഥനെന്നു പേർ. രാത്രോ വനാന്തേ മൃഗയാ വിവശനായി ശാർദൂല മുഖ്യ മൃഗങ്ങളെയും കൊന്നു പാർത്തിരുന്നേൻ നദീതീരെ മൃഗാശയാ. കുംഭത്തിൽ നീരകമ്പുക്ക ശബ്ദം കേട്ടു കുംഭീവരൻ നിജ തുമ്പിക്കരം തന്നിൽ അമ്പസ്സു കൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പയച്ചേനറിയാതെ അതും ബലാൽ. പുത്രനു കൊണ്ട നേരത്തു കരച്ചിൽ കേട്ടെത്രയും ഭീതനായി തത്ര ചെന്നിടിനേൻ. ബാലനെ കണ്ടു നമസ്കരിച്ചേനതുമൂലം അവനും എന്നോടു ചൊല്ലിയിടിനാൻ. കർമ്മമത്രേ മമ വന്നതിതു തവ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലടോ. കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പുക്കു പർണശാലാന്തേ വിശന്നു ദാഹത്തോടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്കു തണ്ണീർ കൊടുക്കയെന്നെന്നോടു ചൊല്ലിനാൻ. ഞാനതു കേട്ടുഴറ്റോടു വന്നേനിനി ജ്ഞാനികളാ നിങ്ങളൊക്കെ ക്ഷമിക്കണം. ശ്രീപാദപങ്കജമെന്നിയെ മറ്റില്ല പാപിയായോരടിയെന്നവലംബനം. ജന്തുവിഷയകൃപാവശന്മാരല്ലോ സന്തതം താപസപുങ്കവന്മാർ നിങ്ങൾ. യുദ്ധം ആകർണ്യ കരഞ്ഞു കരഞ്ഞവരെത്രയും ദുഃഖം കലർന്നു ചൊല്ലിടിനാർ. പുത്രനെവിടെ കിടക്കുന്നിതു ഭവാൻ തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം. ഞാനതു കേട്ടവർ തമ്മെ എടുത്തതി ദീനതയോടു മകനുടൽ കാട്ടിനേൻ. കഷ്ടം ആഹന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടു തലോടി തനയ ശരീരവും. പിന്നെ പലതരം ചൊല്ലി വിലപിച്ചു ഖിന്നതയോടവരെന്നോടു ചൊല്ലിനാർ. നീ ഇനി നല്ല ചിത ചമച്ചിടണം. തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ. അത്ര ഞാനും ചിത കൂട്ടിനേനന്നേരം പുത്രേണ സാഗം പ്രവേശിച്ചവർകളും ദഗ്ധദേഹന്മാരുമായി ചെന്നു മൂവരും വൃത്രാരി ലോകം ഗമിച്ചു വാണിടിനാർ. വൃദ്ധബോധനൻ അന്നേരമെന്നോട് പുത്രശോകത്താൽ മരിക്കെന്നു ചൊല്ലിനാൻ. ശാപകാലം നമുക്കാഗതമായിതു താപസവാക്യം അസത്യമായും വരാ. മന്നവനേവം പറഞ്ഞു വിലാപിച്ചു പിന്നെയും പിന്നെയും കേണു തുടങ്ങിനാൻ. ഹാ രാമപുത്ര ഹസിതേ ജനകജേ ഹാ രാമ ലക്ഷ്മണ ഹഹാ ഗുണാംബുദേ. നിങ്ങളോടും പിരിഞ്ഞൻ മരണം
പുനരിങ്ങനെ വന്നതു കൈകേയി സംഭവം. രാജീവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ പുക്കു സുരാലയം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.